ഹലോ ഓൾ വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. ഇത് നാട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇപ്പോൾ നാട്ടിലാണ് കഴിഞ്ഞ 2 മാസമായിട്ടുള്ളത്. നാട്ടിലാവുന്ന സമയത്ത് എല്ലാവരെ പോലെയും ഞാനും ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കാറ്. എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു 9-10 മണിയാവും. ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. ഒരുപാട് റെയിനി അല്ല, ഒരുപാട് സണ്ണി അല്ല, നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മമ്മി ഇന്ന് ഓട്സ് പുട്ടും നല്ല കടലക്കറി പൊട്ടറ്റോ ഒക്കെ ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി പുട്ടും. അപ്പോൾ പുട്ട് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് സ്റ്റീൽ കട്ട് ഓട്സ് പൊടിച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. എപ്പോഴും ഞാൻ അതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ രാവിലെ മമ്മി എനിക്ക് അതാണ് ഉണ്ടാക്കി തന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒന്ന് പുറത്തെത്തിയപ്പോഴേക്കും ഇതാണ് അവസ്ഥ. നല്ല മഴയാണ്. ആക്ച്വലി രാവിലെ 11 മണിയാണ് സമയം, പക്ഷേ ഒരു ഈവനിങ് 6-7 ആയ മാതിരി ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്ന് ബേസിക്കലി നമ്മൾ വീട്ടിൽ തന്നെയാണ്, നമ്മൾ എവിടെയും പുറത്തൊന്നും പോകുന്നില്ല, ജസ്റ്റ് ചില്ലിങ് അറ്റ് ഹോം. അപ്പോൾ നല്ല ലൈറ്റ്നിങ്ങും തണ്ടറുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഹണിയും ലില്ലിയും പേടിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു ഞാനൊന്ന് റൂമിൽ പോയി നോക്കി. അപ്പം ഹണി മേലെ തന്നെ കിടപ്പുണ്ട്, എനിക്ക് തോന്നുന്നു ലില്ലി അടിയിലാണ്. അങ്ങനെ മഴയൊക്കെ തീർന്നു. ഞങ്ങളുടെ മേലത്തെ ഒരു ടെറസിൽ കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാണ് വെച്ചേക്കുന്നത്, ഒരുപാട് വെറൈറ്റീസ്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലവർ വന്നോ ഫ്രൂട്ടായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി. ഇപ്പോൾ അത് ഫ്ലവേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കഴിഞ്ഞ് ചിലതിനൊക്കെ കെട്ടിക്കൊടുക്കണമായിരുന്നു കമ്പ്. അപ്പോൾ അതൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു. അതിനുശേഷം നമ്മൾ ലഞ്ച്, നല്ല മഴയൊക്കെ കണ്ട് നല്ല ചക്കയിലശ്ശേരിയും ചോറും ഇടിച്ചക്ക കൂട്ടാനും പപ്പടമൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി ഒരു ലഞ്ച് കഴിച്ചു. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ അത്യാവശ്യം പടമൊക്കെ കാണാൻ, പുതിയ പടമൊക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ മഞ്ഞുമ്പൽ ബോയ്സ് ഇട്ട് കൊടുത്തു. മുത്തശ്ശന് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിടാം, ബട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ റൂമിൽ പോയപ്പോൾ ഇവൾക്ക് ഒരേ വാശി താഴത്ത് വരണമെന്ന്. അപ്പോൾ ഞാൻ അവളെയൊക്കെ കൊണ്ട് കുറച്ച് താഴത്ത് നിന്ന് കളിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടാക്കി. അപ്പോഴേക്ക് 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളക്ക് വെച്ചു. അതിനുശേഷം ഞാൻ മുത്തശ്ശനായിട്ടിരുന്ന മുത്തശ്ശൻ്റെ പഴയ കഥകളൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ നേരം സംസാരിച്ചു, ഒരു 1-2 മണിക്കൂർ നന്നായി സംസാരിച്ചു. അതിനുശേഷം മുത്തശ്ശൻ ഉറങ്ങാൻ പോയി. ഞാൻ മേലെ വന്നപ്പോൾ ഈ പെണ്ണ് ഇവിടെ അലമാരയുടെ താഴെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഈ രാത്രി കിടക്കാൻ പോകുന്ന സമയത്താണ് ഈ പൂച്ചക്കുട്ടികൾ രണ്ടുപേരും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. എനിക്കൊന്നും പെറ്റ്സുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇവർ ഈ റോക്കറ്റ് വിട്ട പോലെ നമ്മുടെ മേത്ത് കൂടെ ഇങ്ങനെ ചാടി പോകുന്നതും കളിയൊക്കെ. അപ്പോൾ ഇവിടെ ലില്ലിക്കുട്ടനെ ഉറക്കാൻ നോക്കുക ഹണി. ഇവരെ രണ്ടുപേരെ ഞങ്ങൾ അഡോപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഹണിയാണ് ജിഞ്ചർ കാറ്റ്. അവൻ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായി, 5 വയസ്സായി അവന്. ആൻഡ് ലില്ലിക്കുട്ടി വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരെ പെറ്റ് ചെയ്തെന്ന് സമയം പോയതറിഞ്ഞില്ല, 12 മണിയായി. അപ്പോൾ ഞങ്ങൾ ഉറങ്ങട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.